ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ ഡിന്നറിന് പോയാൽ മിക്കവാറും ആളുകൾ ഓർഡർ ചെയ്യുന്ന ഒരു സൈഡ് ഡിഷാണ് ഗോബി മഞ്ചൂരിയൻ. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ പ്രിയപ്പെട്ട ഒരു സൈഡ് ഡിഷ്. ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് കോളിഫ്ലവർ ആണ്. നല്ലപോലെ കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇതളുകളായിട്ട് ഇങ്ങനെ അടർത്തിയെടുക്കുക. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തും കൊടുക്കുക. കാരണം കോട്ടിംഗ് എല്ലാം വരുമ്പോഴത്തേക്കും സൈസ് ഒരുപാട് കൂടി വരരുത്. അതനുസരിച്ച് തിന്നായിട്ട് കട്ട് ചെയ്യുക. കോളിഫ്ലവർ ആയതുകൊണ്ട് വെറുതെ ഒന്ന് കഴുകിയാലൊന്നും പോരാ, നല്ലവണ്ണം വൃത്തിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും. ഗോബി മഞ്ചൂരിയനൊക്കെ ആകുമ്പോൾ മഞ്ഞൾപ്പൊടി അത്ര അത്യാവശ്യമല്ല, എന്നാലും ഒരു ശീലം അങ്ങനെ ആയതുകൊണ്ട് ഞാനൊരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഈ വെള്ളം നല്ലപോലെ വെട്ടി തിളയ്ക്കുമ്പോൾ നമുക്ക് കോളിഫ്ലവർ ഇട്ട് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അതിനുശേഷം വെള്ളം ഊറ്റിക്കളയണം. കൂടുതൽ വെന്ത് കുഴഞ്ഞു പോകരുത്. കോളിഫ്ലവർ എല്ലാം നല്ലപോലെ മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ വെള്ളം ഉണ്ടായിരിക്കണം. ഇനി ഇത് ആ ചൂടോടെ അങ്ങനെ ഇരിക്കട്ടെ, അടച്ചു വയ്ക്കാം. ഗോബി മഞ്ചൂരിയൻ എല്ലാവരും വീട്ടിലുണ്ടാക്കുന്നതായിരിക്കും. എന്നാലും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് ഇത് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കോളിഫ്ലവറിനുള്ളൊരു ബാറ്റർ റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ മൈദ. എരിവിനൊരൽപ്പം കുരുമുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. അതൊരു കളറിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഫ്രൈ ചെയ്തൊക്കെ വരുമ്പോൾ നമ്മുടെ കോളിഫ്ലവറിനൊരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു ബാറ്ററാക്കി എടുക്കാം. ആദ്യം കുറേശ്ശെ വെള്ളം ഒഴിക്കുക. എന്നിട്ട് മൈദയിലെ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞു കഴിഞ്ഞ ശേഷം മാത്രം കൂടുതൽ വെള്ളം ചേർക്കുക. ഇപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട്. ഈ മാവിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കോളിഫ്ലവർ വേവിച്ച സമയത്ത് അതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഒരല്പം മാത്രം ചേർക്കാം. കാരണം ഇനി നമ്മൾ സോയാ സോസൊക്കെ ചേർത്ത് വരുമ്പോൾ ഉപ്പ് കുറച്ചുകൂടി കിട്ടും. അതുകൊണ്ട് തൽക്കാലം ഇത്രയും മതി. ഞാനിപ്പോൾ ഇതൊരു ലൂസ് ബാറ്ററായിട്ടാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ വെള്ളത്തിൽ നിന്ന് എടുത്ത കോളിഫ്ലവർ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ എന്തിനാണ് ഇത്രയും ലൂസ് ആക്കിയതെന്ന് വെച്ചാൽ എന്നാലേ നമ്മുടെ കോളിഫ്ലവറിലേക്ക് നല്ലപോലെ ഇത് മിക്സായി കിട്ടൂ. ആ ഇതിലുകളുടെ ഇടയിലും എല്ലാം നല്ലപോലെ മിക്സായി വരട്ടെ. അതിനുശേഷം നമുക്കിതൊരു തിക്ക് ബാറ്ററാക്കി എടുക്കാം. കുറച്ചുകൂടി കോൺഫ്ലവറും മൈദയും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. കണ്ടോ, എല്ലാ ഭാഗത്തും നമ്മുടെ മാവ് ചെന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കോളിഫ്ലവർ നമ്മൾ ഗോബി മഞ്ചൂരിയൻ അല്ലാതെ ഏത് റെസിപ്പിക്ക് ഫ്രൈ ചെയ്യുമ്പോഴും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കോട്ടിംഗ് ഒക്കെ വളരെ ഭംഗിയായിട്ട് പിടിച്ചിരിക്കും. മിക്കവർക്കും പറ്റുന്നൊരു ബുദ്ധിമുട്ട് അതാണ്, കോട്ടിംഗ് വിട്ടുപോരുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ. തീർച്ചയായിട്ടും കോട്ടിംഗ് നല്ലപോലെ പിടിച്ചിരിക്കും. കണ്ടോ, ഇപ്പം നല്ലൊരു കുഴഞ്ഞ പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. മാവ് നല്ലപോലെ സ്റ്റിക്കി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഇതെങ്ങനെ ഫ്രൈ ചെയ്താലും വിട്ടുപോരില്ല. ധൈര്യമായിട്ട് നമുക്ക് വറുത്തെടുക്കാം. കോളിഫ്ലവർ വറുക്കാനായിട്ട് എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒരു മീഡിയം ചൂടാവുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഒട്ടിപ്പിടിക്കാതെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. കോളിഫ്ലവറിൻ്റെ ഒരു 3/4 വേവ് ഓൾറെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഈ കോട്ടിംഗ് ഒന്ന് ഫ്രൈ ആയി കിട്ടേണ്ട താമസമേ ഉള്ളൂ. ഒരു സൈഡ് കുക്കായി ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചു മറിച്ച് നോക്കിയിട്ട് എല്ലാ സൈഡും ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ഞാനൊരു 2 പാർട്ടായിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ എല്ലാം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല സ്വാദാണ്. പെട്ടെന്നൊരു സ്നാക്കായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചൂടോടെ ഒരു ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. ഏതായാലും നമ്മളിപ്പോൾ ഗോബി മഞ്ചൂരിയൻ ആണല്ലോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇനി ചെയ്യുന്നത് കുറച്ച് സോസിൻ്റെ മിക്സിംഗ് ആണ്.
ഈ സോസുകളെല്ലാം ആദ്യമേ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ചില്ലി സോസും. റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അപ്പോൾ കുറച്ചുകൂടി കളർ കിട്ടും. എൻ്റെ കയ്യിലുള്ളത് ഗ്രീൻ ചില്ലി സോസ് ആയതുകൊണ്ട് അത് ചേർക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് സോയ സോസാണ്. ഇത് ഡാർക്ക് സോയ സോസാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ചേർക്കണ്ട. 1 ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ കുക്കിംഗ് വളരെ എളുപ്പമാവും. ഇല്ലെങ്കിൽ പാനിലേക്ക് ഡയറക്റ്റായിട്ട് ഓരോ സോസും ഒഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചൂടായി കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇനി നമുക്ക് പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. കോളിഫ്ലവർ ഫ്രൈ ചെയ്ത അതേ എണ്ണ തന്നെയാണ്. ഇനി എണ്ണ ചൂടാവുമ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. തീ ഇപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ്. ഇഞ്ചി ഒരു മസ്റ്റല്ല, ഏതായാലും ഞാൻ ഒരു 3/4 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇഞ്ചി ഇല്ലെങ്കിൽ കൂടി ഈ കറിക്ക് നല്ല സ്വാദായിരിക്കും. നല്ല പോലെ മൂപ്പിച്ച് ആ വെളുത്തുള്ളിയുടെ മണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ആ സമയത്ത് 2 സവാള ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 മീഡിയം സൈസ് സവാളയായിരുന്നു. അതിൻ്റെ കൂടെ ഒരു 5-6 പച്ചമുളക് കൂടി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നമ്മളൊരു ഇൻഡോ ചൈനീസ് രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ പച്ചമുളകൊക്കെ ഇടുന്നത് നല്ലതാണ്. ഇനി ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. സവാളയുടെ ഒപ്പം തന്നെ ക്യാപ്സിക്കം ചേർക്കണ്ട, അല്ലെങ്കിൽ ക്യാപ്സിക്കം നല്ലപോലെ വെന്ത് അതിൻ്റെ കളറൊക്കെ മാറും. ഒരല്പം ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് വേണ്ട ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓരോരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ, ഇല്ലെങ്കിൽ ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നല്ലപോലെ എല്ലാം മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സോസ് ഒഴിച്ചു കൊടുക്കുക. സോസൊക്കെ ഒഴിക്കുമ്പോൾ തീ നല്ലപോലെ കുറച്ച് വെക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി ഒരല്പം ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂണോളം കോൺഫ്ലവർ അതേ ബൗളിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ എല്ലാം കൂടി മിക്സ് ചെയ്യുക. ഈ സോസ് എല്ലാം കൂടി ചേർന്ന ഈ മിക്സ്ചർ നല്ലപോലെ തിളച്ച് വരണം. അതിനുശേഷം നമുക്കിതിലെ ഉപ്പും എരിവും ഒക്കെ നോക്കാം. ഏതെങ്കിലും സോസ് കുറവുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഗ്രേവിയുടെ കളർ ഒന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫുഡ് കളർ ഒന്നും ചേർക്കുന്നില്ല. ഹോട്ടലുകളിൽ കഴിക്കുമ്പോൾ അവരുടെ ഫുഡ് കളർ ചേർത്തിട്ടാണ് ഇത്രയും കളറൊക്കെ ആക്കിയെടുക്കുന്നത്. നമ്മൾ കുറച്ചുകൂടി ഒരു ഹെൽത്തി ഓപ്ഷനാണല്ലോ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാക്കുക. നമ്മുടെ സോസ് റെഡി. കോളിഫ്ലവർ ഒന്നുകൂടി ചൂടായ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ആ സെക്കൻഡ് ഫ്രൈങ്ങിൽ കുറച്ചുകൂടി ക്രിസ്പി ആയി കിട്ടും. ആ ക്രിസ്പി ആയിട്ടുള്ള അതേ സ്റ്റേജിൽ തന്നെ നമ്മൾ ഈ സോസിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടി നന്നാവും. ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം കോളിഫ്ലവർ വറുത്ത് വെക്കും, പിന്നെ സോസ് എല്ലാം റെഡിയായി വരുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ സോഫ്റ്റായി പോവും. അത് വരാതിരിക്കാനാണ് ഇങ്ങനെ ഒരു സെക്കൻഡ് ഫ്രൈ. ഇങ്ങനെയും ഒന്ന് ചെയ്തു നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ നമുക്കുണ്ടാക്കാം. ഈ സോസിൽ കിടന്ന് ഇത് നല്ലപോലെ മിക്സായി വരണം. ഒരു 5 മിനിറ്റോളം ഇങ്ങനെ തന്നെ മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ അടിപൊളി കോളിഫ്ലവർ മഞ്ചൂരിയൻ റെഡിയായി കഴിഞ്ഞു. ഇനി ലാസ്റ്റ് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടെ ചേർക്കാം. ഇത്രയും ആയാൽ നമ്മുടെ കറി റെഡി. ഇനി ഇത് കുറച്ചുകൂടി ഗ്രേവി ഫോമിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി മിക്സ് ചെയ്ത് ചേർക്കാം. ഞാൻ ലാസ്റ്റ് സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കൊടുക്കുകയാണ്. സ്പ്രിംഗ് ഓണിയനും ഇതുപോലെ ലാസ്റ്റ് മാത്രം ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ കളറൊക്കെ പോവും. ഈ ഒരു റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ വരുമ്പോൾ തന്നെ കഴിക്കാനൊരു ആപ്പിറ്റൈറ്റ് വരും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫ്രൈഡ് റൈസിനോ ചപ്പാത്തിക്കോ ഏതിനും ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. കഴിക്കുന്നത് ചൂടോടുകൂടി തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴേ ഇതിൻ്റെ കംപ്ലീറ്റ് ടേസ്റ്റ് നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.